ഇന്നലെ വൈകിട്ട് നമ്മൾ കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഉയർത്തുന്ന വാർത്തയായിരുന്നു കോതമംഗലത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് വന്നത്. അവിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണുണ്ടായ ഒരു അപകടം ഉണ്ടാകുന്നു. നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? പക്ഷേ ഭാഗ്യവശാൽ നിസ്സാരമായ പരിക്കുകളോടെ ആളുകൾ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാടെങ്ങും ഈ പറയുന്നത് പോലെ താൽക്കാലിക ഗാലറികളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ, വോളിബോൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്, അവധിക്കാലമാണ്. അതുകൊണ്ട് സംഘാടകരൊക്കെ ഏറ്റവും ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ ഗാലറി നിർമ്മാണം. ഗാലറി നിർമ്മിക്കുമ്പോൾ അതിൽ കയറാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കാവുകയുള്ളൂ. സ്വാഭാവികമായും ഫൈനൽ മത്സരങ്ങളൊക്കെ വരുമ്പോൾ വലിയ തിരക്കുണ്ടാകും. വരുമാനം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്നവരെല്ലാം അകത്തേക്ക് കയറ്റി വിട്ടാൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന് കോതമംഗലവും നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ്. നേരത്തെ മലപ്പുറത്തടക്കം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായത് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ ഏറെ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സംഘാടകർക്കെതിരെ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയെന്ന് പറയുന്നത്. 4000-ലധികം ആളുകളാണ് ഈ ഗാലറിയിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെയാണ് ഗാലറി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. തിയോഫിൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു നൽകും. തിയോഫിൻ, ഇന്നലെ ആ വാർത്ത നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അപകടമൊന്നും അധികം പേർക്ക് സംഭവിച്ചില്ല. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് ആശ്വാസകരമായിരുന്നു. പക്ഷേ അതങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. ഈ തോന്നിവാസം കാണിച്ചവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക തന്നെ വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണോ? മനു, പോത്താനിക്കാട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. കാരണം ഗാലറി തകർന്നു വീണ ഇത്രയധികം പേർക്ക്, 30-ലധികം പേർക്ക്, അത് 50-നടുത്താണ് എണ്ണമെന്നാണ് അനൗദ്യോഗിക വിവരം നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അത്രയും പേർക്ക് പരിക്കേൽക്കുക ഒരു സംഭവം ഉണ്ടായിട്ട് അതിൽ എന്തായാലും ഇത്തരത്തിൽ നടപടി എടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യത്തിനുള്ളത് ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ അത് രണ്ട് രീതിയിലാകാം. ഗാലറിയുടെ നിർമ്മാണത്തിലുള്ള സുരക്ഷാ പിഴവാകാം, അതോടൊപ്പം തന്നെ ഗാലറിയിൽ കൂടുതൽ ആളുകൾ കയറാനിടയാക്കിയതുമാകാം. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ആവശ്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ല. സുരക്ഷാ വീഴ്ച സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് കണക്കിലെടുത്തുകൊണ്ടൊരു കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗാലറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആളുകൾ എത്താനുള്ള സാധ്യതയുള്ള ഒരു ദിവസം അത്രയും ഒരു സ്ട്രോങ് ആയി ഗാലറി നിർമ്മിച്ച് ആ ഗാലറിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അത് അധികൃതരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികൃതരിൽ നിന്ന് ഇതിനാവശ്യമായ അനുമതി വാങ്ങിയിട്ടില്ല എന്നൊരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കേസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് രണ്ടും ഉൾപ്പെടുത്തിയാണ് പോത്താനിക്കാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ഇന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തും ഈ അപകടം നടന്ന സ്ഥലത്ത്. കാരണം ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്ക് സാധിച്ചിരുന്നില്ല. അപകടമുണ്ടായപ്പോൾ എത്രയും വേഗം ഈ പരിക്കേറ്റവരെ എല്ലാം ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് വളരെയധികം നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ്. കാരണം വളരെ വേഗത്തിൽ അത് സാധിച്ചു എന്നുള്ളതാണ്. 4000-ലധികം ആളുകൾ അവിടെ എത്തിയിട്ട് പോലും വളരെ പെട്ടെന്ന് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാനും ഇവാക്യുവേഷൻ നടപടികൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി അതിനുശേഷം പരിക്കേറ്റവരെല്ലാം വളരെ വേഗം തന്നെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിക്കാനും സാധിച്ചു. ഇതിന് സംഘാടകരൊപ്പം നിന്നു എന്നത് എടുത്തു പറയണം. പക്ഷേ അപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നത് വളരെ പ്രധാനമാണ്. കാരണം തട്ടുകളായി തിരിച്ച ഈ സിറ്റിംഗ് സംവിധാനത്തിൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കയറിയിരുന്നത് നമുക്കറിയാം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. പെട്ടെന്നാണ് ഈ ഗാലറി ഒരു വശം താഴേക്കിരിക്കുന്നതും പുറകിലേക്ക് മറിഞ്ഞു വീഴുന്നതും. ആ നിമിഷങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായ അപകടത്തിലാണ് ഇത്രയധികം പേർക്ക് പരിക്കേറ്റത്. അവിടെ പരിധിയിലധികം ആളുകൾ കയറിയിട്ടില്ല എന്ന് സംഘാടകർ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത്ര തിരക്കുണ്ടായതുകൊണ്ട് അതുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും അത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം നമുക്കതിനെക്കുറിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് എത്തുക സാധ്യമല്ല. എന്തായാലും പരിധിയിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. 1200-ലധികം പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഗാലറിയിൽ അവർ ഏർപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവർക്ക് താഴെ ഇരിക്കാനുള്ള സംവിധാനവുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരുന്നതെന്നാണ് പറയുന്നത്. ഈ തകർന്ന് വീണ ഗാലറിയിൽ 200-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഗാലറി അതാണ് വീണതെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ആ സംഭവം കേട്ടപ്പോഴുണ്ടായ വലിയൊരു ഞെട്ടൽ അത് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ആശ്വാസവും നമുക്ക് തന്നു. കാരണം വലിയ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നത് മാത്രമാണ് അതിലൊരു ആശ്വാസം എന്ന് വിചാരിച്ച് അപകടത്തിന് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പലതവണ ഇത്തരത്തിൽ ഗാലറി അപകടം, മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള ഗാലറി തകർന്നുകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഈ സുരക്ഷാ ക്രമീകരണം, അതായത് കൃത്യമായ അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള നല്ല ഗാലറി അവിടെ നിർമ്മിക്കുക എന്നതും അതോടൊപ്പം തന്നെ പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റാതിരിക്കുക എന്നതും ഈ സുരക്ഷാ വിഷയത്തിൽ പ്രധാനമാണ്. അത്തരം സംഭവങ്ങളിൽ കോതമംഗലത്ത് മാത്രമല്ല, ഈ രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഗാലറിയുടെ പരിധിക്ക് അനുസരിച്ചുള്ള ആളുകളെ മാത്രമാണ് കയറ്റാവുള്ളൂ. കൂടുതൽ തുക കിട്ടുമ്പോൾ കൂടുതൽ ആളുകളെ അതിലേക്ക് കയറാൻ അനുവദിക്കരുത്. കാരണം
ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ അപകടമുണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആർക്കും മറ്റു ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടാകാതിരുന്നത്. അത് ആശ്വാസകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സെവൻസും മറ്റ് ഫുട്ബോൾ മത്സരങ്ങളും വോളിബോളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗാലറിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതായിരിക്കണം ഏറ്റവും മുഖ്യവും. വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നൽകിയത്.